അവസാനം ശുശ്രൂഷയിൽ പ്രാർത്ഥനപൂർവ്വം സംബന്ധിച്ച് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആദ്യമായിട്ട് ആണ് വിലാസ്പൂർ മാർത്തോമ പള്ളി ശുശ്രൂഷ വിശുദ്ധ കുർബാന ശുശ്രൂഷ നിർവഹിക്കുവാൻ ദൈവം കൃപ ചെയ്ത് അതിൽ ദൈവത്തിൻ്റെ കൃപകൾ വ്യാപരിച്ചത് ഓർത്ത് ദൈവത്തെ നന്ദിയോടെ ഓർക്കും. പ്രത്യേകിച്ച് ഈ ഒരു ദിവസം മുതൽ മെയ് മാസം 1 മുതൽ സഭയുടെ മെത്രാപ്പൊലീത്തയുടെ കൽപ്പന കഴിഞ്ഞ ദിവസം വായിച്ചു കേട്ടിട്ട് വിലാസ്പൂർ മാർത്തോമ ഇടവകയുടെയൊക്കെ ചാർജിൽ ആകുവാൻ ദൈവം നൽകുന്ന നന്മകൾക്കായിട്ട് സ്തോത്രം ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ പലരെയും പരിചയപ്പെട്ടു. തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ഹൗസ് വിസിറ്റ്സ് ആരംഭിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആ സമയത്ത് നിങ്ങളെല്ലാവരെയും പേഴ്സണലി വീണ്ടും പരിചയപ്പെടാം എന്ന് വിചാരിക്കും. ഞാൻ മനസ്സിലാക്കുന്നത് 2 ഏരിയ പ്രാർത്ഥന കൂട്ടമാണ് ഉള്ളത്. ക്രമീകരണങ്ങൾ സാധാരണ ഇങ്ങനെ നടക്കുന്ന എനിക്കറിയില്ല. പക്ഷെ പ്രാർത്ഥന കൂട്ടത്തിൻ്റെ അധ്യക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രെയർ ഗ്രൂപ്പ് ലീഡർ എല്ലാം ഉണ്ടോ പൊതുവെ ഉണ്ട്. അപ്പം അവര് എന്നെ സമീപിക്കാം. ഏത് ദിവസം നമുക്ക് എവിടെ പോകാൻ പറ്റും, ഏത് വിസിറ്റുകൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ക്രമീകരിക്കുവാനും ആ ദിവസങ്ങളിൽ നിങ്ങളെ അറിയിക്കുന്നതനുസരിച്ച് വിസിറ്റ്സ് ഒക്കെ നടത്തുവാനായിട്ട് താല്പര്യപ്പെടും. തുടർന്നുള്ള നാളുകളിൽ നമുക്ക് ഒരുമിച്ച് വിലാസ്പൂരിൽ ഒരു കുടുംബമായിട്ട് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും ദൈവകരങ്ങളിലോട്ട് സമർപ്പിക്കുവാൻ, നമ്മളെ തന്നെ ദൈവകരങ്ങളുടെ കൂടുതലായ വിശാലതയുടെ അനുഭവത്തിൽ നയിക്കപ്പെടുവാനും സമർപ്പിക്കുവാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ആഗ്രഹിക്കുകയാണ്. എന്ന അനുഗ്രഹമായ പാട്ടുകളിലൊക്കെ നിങ്ങൾ സ്തോത്രാഴ്ചയിലൊക്കെ പാട്ട് കേട്ട് കാണുമല്ലോ. ഇന്നത്തെ നമ്മുടെ ഈ വേദഭാഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പാട്ടായതുകൊണ്ട് വയർ പ്രാക്ടീസിന് വന്നപ്പോഴാണ് ഞാൻ ഈ പാട്ട് പാടണം എന്നവരോട് പറഞ്ഞത്. അവരതും വളരെ ഭംഗിയായിട്ട് തന്നെ നിർവഹിച്ചു. ആ വിധത്തിൽ അവർ ചെയ്ത എല്ലാ താല്പര്യത്തോടും ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഇവിടെ എല്ലാ സംഘടനകളും ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കിയാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ സൺഡേ സ്കൂളിൻ്റെയും മറ്റ് എല്ലാ സംഘടനകളുടെയും ഒക്കെ പരിപാടികൾ ക്രമീകരിക്കുമ്പോൾ അല്ലെങ്കിൽ സംഘടനയുടെ ഭാരവാഹികൾ അന്ന് കാണുകയും അല്ലെങ്കിൽ വിസിറ്റിനൊക്കെ സമയത്തൊക്കെ പരിചയപ്പെടുവാൻ സാധിക്കുമല്ലോ. നിങ്ങളെല്ലാം കൂടുതലായി